വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. കേരളം നേരിടുന്ന പ്രശ്നത്തെ ജനങ്ങൾ ഒന്നിച്ച് കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയുണ്ടായാലും മുന്നോട്ടു പോവുക തന്നെ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി. അക്കാദമിക നിലവാരം വിവാദം വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി വി ശിവൻകുട്ടി. ശബ്ദരേഖ പുറത്തുവിട്ട അധ്യാപകരെ എങ്ങനെ വിശ്വസിക്കുമെന്നും മന്ത്രി. കോടികളുടെ നികുതി വെട്ടിപ്പ്, അറസ്റ്റിലായ ഹൈറിച്ച് ഷോപ്പി ഡയറക്ടർ പ്രതാപൻ റിമാൻഡിൽ. വെട്ടിപ്പ് നടത്തിയത് 125 കോടിയോളം രൂപ. സംസ്ഥാനത്തെ സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള നീക്കം. സംസ്ഥാനത്തെ പഠിപ്പ് മുടക്കി SFI. കോളേജുകളിൽ ഗവർണറുടെ കോലം കത്തിച്ചും പ്രവർത്തകർ. നമസ്കാരം, ഞാൻ ബിന്ദു പ്രസാദ്. വിശദമായ വാർത്തയിലേക്ക്. കേരളം എന്റെ നാടാണ്, തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന സന്ദേശമാണ് നവകേരള സദസ്സിൽ ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പി വെമ്പല്ലൂർ MES അസമാബി കോളേജിൽ നടന്ന കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മനസ്സിലാക്കിയ ജനങ്ങൾ പതിനായിരങ്ങളായി ഓരോ കേന്ദ്രത്തിലും വന്ന് ആ ജനവികാരം പ്രകടിപ്പിച്ചപ്പോ അവരിലും ചില മാറ്റം വരുന്നു. നല്ല കാര്യമാണ്. പാർലമെന്റ് അംഗമായ ശ്രീ പ്രതാപന്റെ നോട്ടീസ് അതാണ് കാണിക്കുന്നത്. നമ്മുടെ നാട് വിലപ്പെട്ടതാണ്. ആര് തകർക്കാൻ ശ്രമിച്ചാലും ആ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കാനാവില്ല. ആ സന്ദേശമാണ് ജനങ്ങൾ പതിനായിരങ്ങളായി പങ്കെടുത്തുകൊണ്ട് ഇനി നടക്കുന്ന സദസ്സുകളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ സദസ്സിലും വരുന്ന പതിനായിരങ്ങൾ ഒന്നിച്ചു നിന്ന്, ജനങ്ങൾ ഒന്നിച്ചു നിന്ന് കേരളം നേരിടുന്ന പ്രശ്നത്തെ കാണണം, അതിനായി പിന്തുണ നൽകണം. എല്ലാ ഭേദചിന്തയും മറന്ന് കേരളം എന്റെ നാട്, തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നവകേരള സദസ്സിൽ എത്തിച്ചേരണമെന്ന സന്ദേശമാണ് ഓരോ കേരളീയനും ഈ 10,000 ജനങ്ങൾ ഒന്നിച്ച് കേരളം നേരിടുന്ന പ്രശ്നത്തെ കാണണം, പിന്തുണ നൽകണം. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ്. ഒന്നിനും നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കാനാവില്ല. ഏത് തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയുണ്ടായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട് കാലികമാകുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം. ഓരോ മേഖലയിലും ഓരോ രംഗത്തും നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അത് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയമല്ല, അത് നാടിനു വേണ്ടിയാണ്. നവകേരളത്തെ ലോകത്തിലെ വികസിത മധ്യവരുമാനമുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കാനാണ് നവകേരള സദസ്സ് ലക്ഷ്യമിട്ടത്. എന്നാൽ ജനങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബോധമുള്ളവരാണെന്നാണ് ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങൾ കാണിച്ചു തരുന്നത്. നവകേരള സദസ്സ് പ്രഖ്യാപിച്ചപ്പോൾ ബഹിഷ്കരിക്കുമെന്നാണ് UDF പ്രഖ്യാപിച്ചത്. എന്തിനാണ് ബഹിഷ്കരണമെന്ന് അവർക്ക് പോലും അറിയില്ല. എന്നാൽ എല്ലാ സദസ്സിലും എല്ലാ അഭിപ്രായക്കാരും വരികയാണ്. ഒരു കക്ഷി മതഭേദവും ബാധിച്ചിട്ടില്ല. എന്റെ നാട് കൂടുതൽ നല്ല നിലയിൽ പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന്റെ തെളിവാണ് മഹാസംഗമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ET ടൈസൺ MLA സദസ്സിൽ അധ്യക്ഷനായി. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, K രാധാകൃഷ്ണൻ എന്നിവർ സദസ്സിൽ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS മോഹനൻ, KP രാജൻ, നിഷ അജിതൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ സ്കൂളുകളുടെ വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം മോശമാണെന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വാർത്തയിൽ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യത്തിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി. കയ്പമംഗലത്ത് നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2 മാസം മുമ്പ് നടന്ന അധ്യാപകരുടെ ശില്പശാലയിൽ നടന്ന സംഭവത്തിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഇത്തരം ശില്പശാലയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരും. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പുറത്തുവിടുന്നത് ദുഷ്ടലാക്കോടെയാണ്. ഇത്തരത്തിലുള്ള അധ്യാപകരെ എങ്ങനെ വിശ്വസിക്കുമെന്നും മന്ത്രി ചോദിച്ചു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന കാര്യമില്ല. അധ്യാപക സംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെടണം. ₹126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കേസിൽ തൃശൂർ ആസ്ഥാനമായുള്ള ഹൈറിച്ച് ഷോപ്പി കമ്പനി ഡയറക്ടർ പ്രതാപൻ റിമാൻഡിൽ. ഇക്കഴിഞ്ഞ ഡിസംബർ 1 കേരള GST ഇന്റലിജൻസ് വിഭാഗം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന GST വിഭാഗം കണ്ടെത്തിയ ഏറ്റവും വലിയ GST വെട്ടിപ്പ് കേസുകളിൽ ഒന്നാണിത്. തൃശൂർ ആറാട്ടുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ പ്രതാപനാണ് ഡിസംബർ 1 അറസ്റ്റിലായത്. കാസർഗോഡ് GST ഇന്റലിജൻസ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് വമ്പൻ GST വെട്ടിപ്പ് പുറത്തുവന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ 24 GST ഇന്റലിജൻസ് യൂണിറ്റ് ആറാട്ടുപുഴയിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഓഫീസിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കമ്പനി 703 കോടി രൂപയുടെ വിറ്റുവരവ് മറച്ചുവെച്ചതിലൂടെ 126.54 കോടി രൂപ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഡയറക്ടർമാർക്ക് സമൻസ് നൽകിയിരുന്നു. റെയ്ഡിന് പിറകെ നവംബർ 24 1,50,00,000 നവംബർ 27 50 കോടിയും നൽകി കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ പ്രതി ശ്രമിച്ചെങ്കിലും പിടിവീഴുകയായിരുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോഡലിലുള്ള ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച് ഷോപ്പി. ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കമ്പനിയുടെ ഇടപാടുകൾ. അന്വേഷണത്തിന്റെ ഭാഗമായി കമ്പനിയുടെയും പ്രതികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളും GST വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള നീക്കമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നതെന്ന് ആരോപിച്ച് SFI പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ. ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആരോപിച്ച് പാർലിക്കാട് വ്യാസ NSS കോളേജിലെ SFI പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. കോളേജിന് മുൻപിൽ ഗവർണറുടെ കോലം കത്തിച്ചും മുദ്രാവാക്യം മുഴക്കിയും പ്രവർത്തകർ പ്രതിഷേധിച്ചു. SFI ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വ്യാസ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് CS സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു. M മനീഷ, VS ശ്രുതി, അപർണ, രാഹിൽ, CL അനീജ്, NS സജിത് എന്നിവർ സംസാരിച്ചു. കൊക്കാലെ സ്വർണ്ണ കവർച്ച, കൊട്ടേഷൻ തലവൻ അറസ്റ്റിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും യുവാക്കളെ ആക്രമിച്ച് 3 കിലോഗ്രാം സ്വർണം കവർച്ച ചെയ്ത കേസിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിലെ മുൻ ജീവനക്കാരനിൽ നിന്നും കൊട്ടേഷൻ ഏറ്റെടുക്കുകയും കവർച്ച ആസൂത്രണം ചെയ്യുകയും ചെയ്ത യുവാക്കളെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. തൃശൂർ സിറ്റി ഷാഡോ പോലീസും തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ ചാലക്കുടി കാടുകുറ്റി സ്വദേശികളായ നിരവധി തട്ടിക്കൊണ്ടുപോകൽ കേസിലും സ്വർണ്ണക്കവർച്ച കേസിലും പ്രതിയായ പുളിക്കൻ വീട്ടിൽ ജെഫിൻ, ഇയാളുടെ കൂട്ടാളിയായ കാച്ചപ്പള്ളി വീട്ടിൽ ലിജോ എന്നിവരാണ് തൃശൂർ സിറ്റി ഷാഡോ പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8 രാത്രി തൃശൂരിലെ സ്വർണ്ണാഭരണശാലയിൽ നിർമ്മിച്ച സ്വർണ്ണാഭരണങ്ങൾ തമിഴ്നാട് മാർത്താണ്ഡത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ട്രെയിൻ കയറാൻ വരുന്ന സമയത്ത് ചെറുപ്പക്കാരെ ആക്രമിച്ച് 3 കിലോഗ്രാമോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ആണ് കവർച്ച ചെയ്തത്. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അംബേദ്കർ ചരമദിനാചരണവും സെമിനാറും സംഘടിപ്പിച്ചു. തൃശൂർ DCCയിലാണ് ചടങ്ങ് നടന്നത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് എന്നും ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ദളിത് കോൺഗ്രസ്. സ്വാതന്ത്ര്യകാലം മുതൽക്കേ ദളിത് വിഭാഗങ്ങൾക്കായി പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്
KV ദാസൻ, NK സുധീർ, വാസു കോട്ടോൽ, ഹരിഹരൻ പുന്നോക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയും ഡോക്ടർ BR അംബേദ്കറും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ റിട്ടയർഡ് ജഡ്ജും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ മുൻ ചെയർമാനുമായ ഡോക്ടർ PN വിജയകുമാർ വിഷയ അവതരണം നടത്തി. ജില്ലയിലെ ദളിത് വിഭാഗങ്ങളിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും കളഞ്ഞുപോയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബ്രിട്ടാനിയ ക്ലിനിക്, BRD മെഡോസ്, അമ്പലപുരം, അത്താണി, തൃശൂർ. കോൺടാക്ട് 8943299999. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്ഥാപക ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആരോഗ്യ സർവകലാശാലയുടെ 14ാം സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി കോവിഡിൽ നിന്നും പഠിച്ച പാഠങ്ങൾ എന്ന വിഷയത്തിൽ അമേരിക്കയിലെ ബാൾട്ടിമോറി ഹ്യൂമൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ MBBS പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ശ്യാം സുന്ദരൻ കൊട്ടിലിൽ പ്രഭാഷണം നടത്തി. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനുള്ള ജാഗ്രത നാം നിലനിർത്തണമെന്നും പകർച്ചവ്യാധികൾ ഇനിയും വരാമെന്നും കൂട്ടായ്മയോടെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് നാം നടത്തേണ്ടതെന്നും ഡോക്ടർ ശ്യാം സുന്ദരൻ പറഞ്ഞു. ചടങ്ങിൽ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അധ്യക്ഷനായി. കേരള ആരോഗ്യ സർവകലാശാല വർഷം തോറും നൽകിവരുന്ന മികച്ച അധ്യാപകർക്കുള്ള ബെസ്റ്റ് ടീച്ചർ അവാർഡിന് അർഹരായ ആയുർവേദം, ഡെന്റൽ സയൻസ്, മെഡിസിൻ, നഴ്സിംഗ്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, അലൈഡ് ഹെൽത്ത് സയൻസ് എന്നീ വിഭാഗങ്ങളിലെ അധ്യാപകർക്കും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അവാർഡ് സമ്മാനിച്ചു. അവാർഡ് നേടിയ അധ്യാപകരുടെ കോളേജ് പ്രിൻസിപ്പൽമാരെയും സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. തുടർന്ന് ആരോഗ്യ സർവകലാശാല ജീവനക്കാരുടെ കൂട്ടായ്മ സർഗയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രഭാത നടത്തവുമായി മന്ത്രിമാർ പുത്തൂരിൽ. റവന്യൂ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് സുവോളജിക്കൽ പാർക്കിൽ പ്രഭാത നടത്തത്തിനായി എത്തിയിരുന്നത്. മന്ത്രിയും മണ്ഡലം പ്രതിനിധിയുമായ K രാജൻ, മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജു, MB രാജേഷ്, സജി ചെറിയാൻ, P പ്രസാദ്, V അബ്ദുറഹ്മാൻ, അഹമ്മദ് ദേവർ കോവിൽ എന്നിവരാണ് പ്രഭാത നടത്തത്തിനായി സുവോളജിക്കൽ പാർക്കിൽ എത്തിയത്. കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിൽ ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് കേരളത്തിന്റെ വേദി മാറ്റിയിരുന്നു. കാർഷിക സർവകലാശാല വെള്ളാനിക്കര കോളേജ് ഗ്രൗണ്ടിലായിരുന്നു പിന്നീട് നവകേരള സദസ്സിന്റെ വേദിയായത്. പാർക്കിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലായിരുന്നു വേദി തീരുമാനിച്ചിരുന്നതെന്നും വിവാദത്തിന് ഇല്ലാതിരുന്നതുകൊണ്ടാണ് വേദി മാറ്റിയതെന്നും മന്ത്രി രാജൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. വേദി മാറ്റിയിട്ടും ഒരുമിച്ചെത്തിയ ജനതയുടെ കരുത്താണ് നാടിന്റെ ശക്തിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലം കൊണ്ട് ഉയർന്നു വന്നതാണ് സുവോളജിക്കൽ പാർക്കെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. 306 കോടി ചിലവിൽ നിർമ്മാണം പൂർത്തിയാകുന്ന സുവോളജിക്കൽ പാർക്ക് 2024 ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുകളെല്ലാം ഏതാണ്ടായി. തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് ജനുവരി മാസത്തോടെ എല്ലാ മൃഗങ്ങളെയും മാറ്റും. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് മൃഗങ്ങളെ മാറ്റാനുള്ള അനുവാദം കിട്ടി. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹിമാചൽ 4 സ്ഥലങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് ഉടമ്പടിക്ക് നമ്മൾ തയ്യാറായി വരുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ലാനാണെങ്കിലും സീബ്ര ആണെങ്കിലും ജിറാഫ് ആണെങ്കിലും അനാക്കോണ്ട ആണെങ്കിലും ഈ 4 കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള EOE കഴിഞ്ഞ് നമ്മൾ ടെൻഡർ നടപടികളിലേക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ അത്രയും വലിയ ഒരുക്കങ്ങൾ നടന്ന സാഹചര്യത്തിൽ 2024 ഏത് സാഹചര്യത്തിലും തുറക്കാം. ഇവിടെ തന്നെ ഇത് തീരുമാനിക്കാനുള്ള കാരണം RSS BJP കോർപ്പറേറ്റ് സംഘത്തെ പുറത്താക്കുക, ഇന്ത്യയെ മോചിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് തൃശൂരിൽ ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനം നടന്നു. ഫാസിസ്റ്റ് വിരുദ്ധ മതേതര ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാട് മൈതാനിയിലാണ് സമ്മേളനം നടന്നത്. ഉണർന്നേ തീരൂ, നമ്മുടെ നിലപാട് നിർണായകമാണ് എന്നുന്നയിച്ച് നടന്ന സമ്മേളനത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാസിസ്റ്റ് വിരുദ്ധ മതേതര ജനാധിപത്യ മുന്നണി ചെയർപേഴ്സൺ പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ PN പ്രൊവിൻറ്റ്, ട്രഷറർ പൂനം റഹീം, സാംസ്കാരിക പ്രവർത്തകൻ CR രമേശ്, KN രാമചന്ദ്രൻ, I ഗോപിനാഥ്, പ്രൊഫസർ NC ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെയും ഇന്ത്യൻ
സൊസൈറ്റി ഫോർ സ്റ്റഡി ഓഫ് അനിമൽ റീപ്രൊഡക്ഷനിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വാർഷിക കൺവെൻഷനും ഇന്റർനാഷണൽ സിംബോസിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. മണ്ണൂത്തി വെറ്റിനറി കോളേജ് ഹാളിലാണ് ചടങ്ങ് നടന്നത്. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ISSAR പ്രസിഡന്റ് ഡോക്ടർ ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ശശീന്ദ്രനാഥ്, പ്രൊഫസർ ഡോക്ടർ കെ വിജയകുമാർ, പ്രൊഫസർ ഡോക്ടർ പി സുധീർ ബാബു, പ്രൊഫസർ ഡോക്ടർ TS രാജീവ്, ഡോക്ടർ R രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക റിപ്പോർട്ട് അവതരണം, അവാർഡ് ദാനം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പൊതുവിദ്യാലയങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കലാവിദ്യാർത്ഥികളും കലാ അധ്യാപകരും നാളെ പ്രതിഷേധ ധർണ നടത്തും. വരച്ചും പാട്ടുപാടിയുമാണ് സമരം നടത്തുക. ചിത്രകല, സംഗീതം, പ്രവൃത്തി പരിചയം എന്നിവയ്ക്ക് അധ്യാപകരെ നിയമിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. ആവശ്യത്തിന് അധ്യാപകരെ നിയമിച്ച് കുട്ടികൾക്കിടയിൽ മനസംഘർഷം കുറയ്ക്കാനുള്ള നടപടിയെടുക്കണമെന്ന് സ്പെഷ്യലിസ്റ്റ് അധ്യാപക സംഘടനാ പ്രസിഡന്റ് ജോൺസൺ നമ്പാഴിക്കാട്, സെക്രട്ടറി V അജിത എന്നിവർ ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകൾ മുമ്പുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ മാറ്റം വരുത്തണം. കുറവ് കുട്ടികളുള്ള സ്കൂളുകളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കാത്തതിനാൽ കലയുടെ ബാലപാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടുന്നു. നാളെ രാവിലെ 11-ന് ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിന്റെ കിഴക്കേ ഗേറ്റിന് മുന്നിലാണ് സമരം. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ലയ ഫെറ നമ്പിയത്ത് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, സെറീന ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്രീയ സംസ്കൃത വിശ്വവിദ്യാലയങ്ങളുടെ ദക്ഷിണ മേഖല രൂപക ഉത്സവം എന്ന പേരിലുള്ള നാടക മത്സരം നാളെ നടക്കും. പൊറനാട്ടുകര സംസ്കൃത കോളേജിലാണ് മത്സരത്തിന് വേദിയൊരുങ്ങുന്നത്. മുംബൈ, ശൃംഗേരി, ബാലുശ്ശേരി, ഗുരുവായൂർ വിശ്വവിദ്യാലയങ്ങൾ പങ്കെടുക്കും. അരമണിക്കൂർ വീതമുള്ള 4 നാടകങ്ങൾ മത്സരത്തിനെത്തും. രാവിലെ 9-ന് കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ KG പൗലോസ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ PK മാധവൻ പ്രഭാഷണം നടത്തും. 4-ന് സമാപന സമ്മേളനത്തിൽ കിഴക്കൂട്ട് അനിയന്മാരുടെ മേളം അരങ്ങേറും. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വ്യാകരണ വിഭാഗം ഡീൻ പ്രൊഫസർ P നാരായണൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ ഗുരുവായൂർ ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ ശ്രീ ഗോവിന്ദ പാണ്ഡെ, പ്രൊഫസർ ER നാരായണൻ, അസിസ്റ്റന്റ് പ്രൊഫസർ വിദ്യാധർ പ്രബല, KN രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4 ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. G4 ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം നേരിടുന്ന പ്രശ്നത്തെ ജനങ്ങൾ ഒന്നിച്ച് കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് തരത്തിലുള്ള കുൽസിത പ്രവൃത്തി ഉണ്ടായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി. അക്കാദമിക നിലവാരം വിവാദം, വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി V ശിവൻകുട്ടി. ശബ്ദരേഖ പുറത്തുവിട്ട അധ്യാപകരെ എങ്ങനെ വിശ്വസിക്കുമെന്നും മന്ത്രി. കോടികളുടെ നികുതി വെട്ടിപ്പ്, അറസ്റ്റിലായ ഹൈറിച്ച് ഷോപ്പി ഡയറക്ടർ പ്രതാപൻ റിമാൻഡിൽ. വെട്ടിപ്പ് നടത്തിയത് 125 കോടിയോളം രൂപ. സംസ്ഥാനത്തെ സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള നീക്കം. സംസ്ഥാനത്തെ പഠിപ്പ് മുടക്കി SFI. കോളേജുകളിൽ ഗവർണറുടെ കോലം കത്തിച്ചും പ്രവർത്തകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.